ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യലായിട്ടുള്ള റെസ്റ്റോറൻറ്റിനെ കുറിച്ചിട്ടാണ്. സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്പെഷ്യൽ തന്നെയാണ്. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും നല്ലൊരു അടിപൊളി ഫുഡ് കഴിക്കുന്നത്. അടിപൊളി റെസ്റ്റോറൻ്റാണ്, നല്ലൊരു വൈബ് റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അവരുടെ മെയിൻ സ്പെഷ്യലാണിത്, പുതിയാപ്പിള ചിക്കൻ. ഒരു അടിപൊളി വെറൈറ്റി ചിക്കൻ തന്നെയാണിത്. അതിൽ കുറച്ച് പാലും ഒക്കെ മിക്സ് ആക്കിയിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു ചിക്കനാണ്. അതിൻ്റെ കൂടെ കാടമുട്ട, പിന്നെ ഒരു അരി കൊണ്ട് ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ മസാല വെച്ച് ഫിൽ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഒരു വെറൈറ്റി തന്നെ. ഇതുവരെ ഞാൻ ഇതുപോലത്തെ ഒരു വെറൈറ്റി ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ നെക്സ്റ്റ് അവരുടെ വെറൈറ്റി വരുന്നത് പാൽക്കപ്പയാണ്. പാൽക്കപ്പ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈമാണ്. ഒരു മൺകുടത്തിലാണ് ഇവരിത് കൊണ്ടുവന്നിട്ടുള്ളത്. അതൊക്കെ ഒരു ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ പണ്ടത്തെ ഉരുളിയില്ലേ, ആ ഉരുളിയിലേക്കാണ് ഈ മൺകുടത്തിൽ നിന്ന് ഇവർ കപ്പ അതിലേക്ക് തട്ടിയിട്ടുണ്ട്. പിന്നെ ഫ്രൈ ചെയ്തിട്ടുള്ള ബീഫാണിത്. ആ ബീഫ് അവർ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നടുഭാഗത്തേക്ക് സ്പ്രെഡ് ആക്കിയിട്ടുണ്ട്. നല്ല ചൂടുള്ള ബീഫ് പാൽക്കപ്പയിലേക്ക് ആഡ് ചെയ്തു. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഡിഷ് തന്നെയാണ്. പിന്നെ അവരുടെ മെയിനായിട്ടുള്ള വേറൊരു സ്പെഷ്യലാണ് കപ്പ ബിരിയാണി. നമ്മളിതുവരെ മറ്റുള്ള ഷോപ്പുകളിൽ നിന്ന്, റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചിട്ടുള്ള അതുപോലെയല്ല, ഒരു വെറൈറ്റി ടേസ്റ്റാണ് കപ്പ ബിരിയാണി. പാൽക്കപ്പ എന്തായാലും കഴിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിപ്പോൾ ഷാപ്പ് റെസ്റ്റോറൻറ്റിൽ തന്നെ വരണമെന്നില്ല, നിങ്ങൾക്ക് തൊട്ടടുത്തൊക്കെ എവിടെയെങ്കിലും കിട്ടണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് പാൽക്കപ്പ. അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ വരുന്നവർക്ക് ഷാപ്പിൽ വന്നിട്ട് ട്രൈ ചെയ്യാം. പിന്നെ അടുത്തത് ഒരു ചിക്കൻ കറിയാണ്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ കറിയാണ്. അത് ഈ മൺചട്ടിയിലാണ് വരുന്നത്. മൺചട്ടിയിൽ അതിൻ്റെ തൊട്ട് താഴെ ഒരു അടുപ്പ് വെച്ചിട്ടുണ്ട് അവർ. അതിൽ തീയൊക്കെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, ചൂട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാണ് കപ്പ ബിരിയാണി. മറ്റുള്ള റെസ്റ്റോറൻറ്റിലൊന്നും കഴിച്ചിട്ടുള്ളതിനെക്കാട്ടിയും ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് കപ്പ ബിരിയാണിക്ക്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള കപ്പ ബിരിയാണിയാണ്. ഇത് ഒരു ഉരുളിയിലാണ് ഇവർ കൊണ്ടുവരുന്നത്. അപ്പോൾ എനിക്ക് ഇവരുടെ പാത്രങ്ങൾ, മൺകുടം, മൺചട്ടി, പണ്ടത്തെ വിറകടുപ്പിലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ഫീലില്ലേ, അതുപോലത്തെ ടേസ്റ്റാണ് ഇവരുടെ കറികൾക്കൊക്കെ ഉള്ളത്. അപ്പോൾ ചൂട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എ സിയിൽ നിന്ന് ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ പെട്ടെന്ന് തണുത്തു പോവും, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോവും. പക്ഷേ ഇതാകുമ്പോൾ നമുക്ക് അതിൻ്റെ ചൂട് ഇങ്ങനെ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ നല്ല ചൂടോടുകൂടി ഫുഡ് കഴിക്കാൻ പറ്റും. പിന്നെ അടുത്ത സ്പെഷ്യൽ കല്ലപ്പമാണ്. കല്ലപ്പം അടിപൊളി ടേസ്റ്റാണ്, ചെറിയ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇത് കറിയൊന്നും വേണ്ട, കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കല്ലപ്പം കഴിക്കാം. പിന്നെ നമ്മൾ വാങ്ങിയത് പൊറോട്ട വാങ്ങിയിട്ടുണ്ട്. കൂടുതൽ ഡിഷസ് വാങ്ങിയിട്ടില്ല. നമ്മൾ വാങ്ങിയത് പാൽക്കപ്പയും കപ്പ ബിരിയാണി, പൊറോട്ട, കല്ലപ്പം, പിന്നെ ചിരട്ടപ്പുട്ട്, പിന്നെ ജ്യൂസ്. ഇത്ര ഐറ്റംസാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. കാരണം ഒരുപാട് ടൈം എടുക്കും ഇവർക്ക് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനായിട്ട്. പിന്നെ ഉള്ളത് അവരുടെ ദി ഷാപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ മേശൻ്റെ മുകളിൽ വിരിച്ച് തന്നിട്ടുള്ളതാണത്. പിന്നെ ഇവരുടെ മെനു ഫുള്ള് മലയാളത്തിലാണ്. അതും നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള രസമുള്ള, നമുക്ക് കാണുമ്പം തന്നെ നല്ലൊരു ഭംഗി തോന്നുന്നതും കേൾക്കുമ്പം ഒരു രസം തോന്നുന്നതുമായിട്ടുള്ള ഐറ്റംസാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഡിഫറെൻ്റായിട്ട് ഫീൽ ചെയ്യും ഇത് വായിക്കുമ്പം തന്നെ. പിന്നെ നല്ലൊരു വൈബുള്ള റെസ്റ്റോറൻറ്റ് തന്നെയാണ്. പിന്നെ ഇവിടെ ആഴ്ചയിൽ സെലിബ്രിറ്റികൾ വരാറുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം 2 ദിവസമൊക്കെ സെലിബ്രിറ്റികൾ വരാറുണ്ട്. കാരണം അത്രയും ടേസ്റ്റുള്ളൊരു ഫുഡ് ആയതുകൊണ്ടാണ് എല്ലാവരും ഇവിടെ വന്ന് കഴിക്കുന്നത്. പിന്നെ ഇവരുടെ മെയിൻ സ്പെഷ്യൽ പുതിയാപ്പിള ചിക്കനാണ്. അപ്പോൾ ആരെങ്കിലും കോഴിക്കോട് വരുന്നുണ്ടെങ്കിൽ കോഴിക്കോട് ബീച്ചിലുള്ള ഷാപ്പിൽ വരുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ട്രൈ ചെയ്യേണ്ടത് പുതിയാപ്പിള ചിക്കനാണ്. അപ്പോൾ അത്രയും ടേസ്റ്റ് ആയതുകൊണ്ടാണ്. പിന്നെ ഇവരുടെ ചിരട്ടപ്പുട്ട് പിന്നെ നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലത്തുള്ള സാധാരണ ഒരു ചിരട്ടപ്പുട്ടാണ്. അതിൽ പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നുമില്ല. പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ ഇവരുടെ ചിക്കൻ കറി ഉണ്ട്, തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള ചിക്കൻ കറി. അത് കൂട്ടുമ്പം ഭയങ്കര ടേസ്റ്റാണ്. നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് അത് രണ്ടും കൂടെ. അപ്പോൾ എല്ലാവരും ഒന്ന് കോഴിക്കോട് വരികയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല ടേസ്റ്റുള്ള ഫുഡുകളാണ് എല്ലാം ഉള്ളത്. അപ്പം നമ്മൾ ഇത്രയും ഐറ്റംസ് തന്നെ അവർക്ക് പറഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് സമയം എടുത്തിട്ടാണ് നമുക്ക് ഇത്രയും ഫുഡ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീണ്ടും വേറെ ഫുഡൊക്കെ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. പിന്നെ നമുക്ക് കൂടുതൽ സമയം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, സാവധാനം ഇരുന്നിട്ട് എല്ലാ ഐറ്റംസും ട്രൈ ചെയ്തിട്ട് പോവാം. അപ്പോൾ ഒരു വെറൈറ്റി റെസ്റ്റോറൻറ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കോഴിക്കോട് വരുന്നവർ കോഴിക്കോട് നിന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി വെക്കേഷനൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ ഈ വെക്കേഷൻ നിങ്ങൾ കോഴിക്കോടേക്ക് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാം.
ഈ ഷാപ്പ് മാത്രമല്ല കേട്ടോ, കോഴിക്കോട് അടിപൊളി റെസ്റ്റോറൻറ്റ് വേറെയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. ടേക്ക് കെയർ, ബൈ.